സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോക്ക് ടെസ്റ്റ് ആണ്. സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. അപ്പം നാളെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ഈ ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കി വയ്ക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഐ ടു ഹാഡ് എ ഡ്രീം ഇത് ആരുടെ ആത്മകഥയാണ്? ഐ ടു ഹാഡ് എ ഡ്രീം എന്നത് ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. ഓപ്ഷൻ സി, ഡോക്ടർ വർഗീസ് കുര്യൻ്റെ ആത്മകഥയാണ് ഐ ടു ഹാഡ് എ ഡ്രീം എന്നത്. താഴെ പറയുന്ന ധാതുക്കളിൽ ഏതിൻ്റെ നിക്ഷേപമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കാണപ്പെടുന്നത്? ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ് എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം. പ്രസിദ്ധമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. ഒഡീഷ. സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട്സ് 22 യാർഡ്സ് ഇത് ആരുടെ ആത്മകഥയാണ്? സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് ദ 22 യാർഡ്സ് ഇത് ആരുടെ ആത്മകഥയാണ്? സയ്യിദ് കിർമാനി. ഓപ്ഷൻ ബി, സയ്യിദ് കിർമാനി. ഒരു നികുതിയുടെ ഭാരം വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് നികുതിയിലാണ്? ഒരു നികുതിയുടെ ഭാരം വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് നികുതിയിലാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. പരോക്ഷ നികുതിയാണ്. പരോക്ഷ നികുതി. ഇന്ത്യയിൽ ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? ഗൂഗിൾ നികുതി. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇക്വലൈസേഷൻ ലെവിയാണ്. ഇക്വലൈസേഷൻ ലെവി. ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ ഏതാണ്? നിലവിലെ GST നിരക്കുകൾ 0%, 5%, 12%, 18%, 28%. ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ. അടുത്ത ചോദ്യം, 2003 ഭരണഘടന 92 ഭേദഗതി നിയമം ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഷകളെ ഉൾപ്പെടുത്തി? 2003 92 ഭേദഗതി തന്നിരിക്കുന്നു. ബോഡോ, മൈഥിലി, സാന്താളി, നേപ്പാളി. ഇതിൽ ഏതെല്ലാം ഭാഷകൾ ഉൾപ്പെടുത്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. 1, 2, 3 മാത്രം. ബോഡോ, മൈഥിലി, സാന്താളി എന്നീ ഭാഷകളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം 2003 92 ഭേദഗതി പ്രകാരം 4 ഭാഷകളാണ് 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയത്. അവ ബോഡോ, മൈഥിലി, സാന്താളി, വേറൊരെണ്ണമുള്ളത് ഡോഗ്രിയാണ്. ഡോഗ്രി. അടുത്ത ചോദ്യം, ഭാരതീയ ഭരണഘടന പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് പരിഗണിക്കും. പറഞ്ഞിരിക്കുന്നത് കടമകളാണ്, മൗലിക കടമകൾ. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുക, ശാസ്ത്രീയ മനോഭാവം വളർത്തുക, പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 3, 4 എന്നിവ. 1, 3, 4 മൗലിക കടമകൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. സ്വത്തവകാശം. 44ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് ഒഴിവാക്കി. ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. ഇത് എക്സിക്യൂട്ടീവ് നടപടികളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നു, പക്ഷേ നിയമനിർമ്മാണ നടപടികളിൽ നിന്ന് സംരക്ഷിക്കുന്നില്ല. ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സ്വത്ത് സംസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണം. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ അലോട്രോപ്പ്? ഗ്രാഫിൻ.
ഇന്ത്യയുടെ ആദ്യത്തെ സൈബർ ഫോറൻസിക് ലബോറട്ടറി എവിടെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്? ത്രിപുര. സസ്യങ്ങളുടെ വേര്, ഇല, തണ്ട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാക്കുന്ന രീതിയാണ് കായിക പ്രജനനം. ഇന്ത്യയെയും പാകിസ്ഥാനെയും വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്നത്? റാഡ്ക്ലിഫ് ലൈൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 1953. 1953. ലോകത്തെ എത്ര സമയ മേഖലകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 24. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ രൂപം കൊള്ളുന്ന വാതകം. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഡയോക്സിൻ ആണ്. ഡയോക്സിൻ. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ഏത്? രണ്ടാം പഴശ്ശി വിപ്ലവം. 1800, 1805. കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് ആര്? കേരള സഞ്ചാരി. സി കൃഷ്ണൻ. ചെറുകുടലിൽ ജലം ആഗിരണം ചെയ്യപ്പെടുന്ന രീതി? ഓപ്ഷൻ സി ഓസ്മോസിസ്. ഓസ്മോസിസ്. അന്തരീക്ഷത്തിൽ ഏതു പാളിയിലാണ് ഓസോൺ ഉള്ളത്? ഓസോൺ കാണപ്പെടുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. ഓപ്ഷൻ എ സ്ട്രാറ്റോസ്ഫിയർ. ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം? ഝാൻസി റാണി 1858. 1858. കൂൺശിലകൾ രൂപപ്പെടാൻ കാരണമെന്ത്? കൂൺശിലകൾ കാറ്റാണ്. കാറ്റ്. ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു? ചലച്ചിത്രങ്ങളുടെ പ്രദർശനാനുമതി യൂണിയൻ ലിസ്റ്റ്. ഓപ്ഷൻ എ യൂണിയൻ ലിസ്റ്റ്. നിയമവിരുദ്ധമായ നടപടികൾ കണ്ടാൽ സ്വയം കേസെടുക്കാൻ മജിസ്ട്രേറ്റിന് അധികാരം നൽകുന്ന വകുപ്പാണ് സുവോമോട്ടോ. ഓപ്ഷൻ ഡി സുവോമോട്ടോ. സന്ധികളിൽ അമിതമായി യൂറിക് ആസിഡ് അടിഞ്ഞുകൂടി അസ്ഥികൾക്കുണ്ടാക്കുന്ന വീക്കം? ഗൗട്ട്. ഓപ്ഷൻ ബി ഗൗട്ട്. മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത് എന്ന്? മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഡിസംബർ 10. ഭൂമിയുടെ ആഴം കൂടുന്നതിനനുസരിച്ച് മർദ്ദവും താപവും കൂടുന്നു. മർദ്ദവും താപവും കൂടുന്നു. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിന് ആവശ്യമായ സമയം 0.8 സെക്കൻഡ്. ചുവടെ പറയുന്ന കേരള സർക്കാർ പദ്ധതികൾ, അവയുടെ ഉദ്ദേശം എന്നിവ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് ആരോഗ്യ കിരണം, ആശ്വാസ കിരണം, സുഹൃതം, ആയുർദളം എന്നീ പദ്ധതികളാണ്. ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. A1, B2, C3, D4. ആരോഗ്യ കിരണം 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ. ആശ്വാസ കിരണം ശയ്യാവലംബരായ രോഗികളുടെ പരിചരണം. സുഹൃതം സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. ആയുർദളം എയ്ഡ്സ് ബോധവൽക്കരണ പദ്ധതി. അടുത്ത ചോദ്യം, മൊണ്ടേഗോ ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന. ഉൾപ്പെടാത്തത്. മൊണ്ടേഗോ ചെംസ്ഫോർഡ് തന്നിരിക്കുന്നു. ഇന്ത്യയിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിർദ്ദേശിച്ചു. വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ഇന്ത്യക്കാരുടെ എണ്ണം 3 ഉയർത്തി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 എന്നറിയപ്പെടുന്നു. സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. മൊണ്ടേഗോ ചെംസ്ഫോർഡ് സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം. സംസ്ഥാനങ്ങൾക്ക് സമ്പൂർണ്ണ സ്വയംഭരണത്തിന് വ്യവസ്ഥ ചെയ്തു എന്നതാണ് ഉൾപ്പെടാത്തത്. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. ഓപ്ഷൻ സി 2695 മീറ്റർ. ഐഡന്റിറ്റി മോഷണം നടക്കുന്നത് തടയുന്ന IT ആക്ട്. ഐഡന്റിറ്റി മോഷണം
ഓപ്ഷൻ സി ആണ് IT ആക്ട് 66C. IT ആക്ട് 66C. നിശ്ചിത മാധ്യമത്തിലൂടെ നിശ്ചിത സമയത്ത് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന പരമാവധി ഡാറ്റയുടെ അളവിനെ ഡാഷ് എന്ന് പറയുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബാൻഡ്വിഡ്ത്ത്. ഓപ്ഷൻ സി, ബാൻഡ്വിഡ്ത്ത്. മീസോ നാഷണൽ ഫ്രണ്ട് MNF ന്റെ സ്ഥാപകൻ ലാൽ ഡെങ്ക. ഓപ്ഷൻ ഡി, ലാൽ ഡെങ്ക. ഏത് രോഗം നിർണയിക്കുന്നതിനാണ് വാസർമാൻ ടെസ്റ്റ് നടത്തുന്നത്? വാസർമാൻ ടെസ്റ്റ് സിഫിലിസ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, സിഫിലിസ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായി നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഏത്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം താൽക്കാലികമായിട്ട് നിർത്തിവെക്കാൻ കാരണമായത് ഗാന്ധി ഇർവിൻ ഉടമ്പടിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗാന്ധി ഇർവിൻ ഉടമ്പടി. കേരളത്തിലെ ആദ്യത്തെ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്ത് ഏത്? കേരളത്തിലെ ആദ്യത്തെ ഓർഗാനിക് ബ്ലോക്ക് പഞ്ചായത്താണ് ആലത്തൂർ. ഓപ്ഷൻ സി ആണ് ഉത്തരം, ആലത്തൂർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് ആര്? തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവൽ നാഗം അയ്യയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, നാഗം അയ്യ. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, മിശ്ര സമ്പദ് വ്യവസ്ഥ. ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായി ISRO വികസിപ്പിച്ച മനുഷ്യ റോബോട്ട് ചുവടെ പറയുന്നവയിൽ ഏതാണ്? വ്യോമിത്രയാണ്. ഓപ്ഷൻ എ, വ്യോമിത്ര. ജൈവ മരുഭൂമി എന്നറിയപ്പെടുന്ന നദി ഏത്? ജൈവ മരുഭൂമി ദാമോദർ നദിയാണ്. ഓപ്ഷൻ സി, ദാമോദർ. അരി, ഗോതമ്പ് എന്നിവ ദരിദ്ര കുടുംബങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് ലഭ്യമാക്കുവാനുള്ള പദ്ധതി? അന്ത്യോദയ അന്ന യോജന. ഓപ്ഷൻ എ, അന്ത്യോദയ അന്ന യോജന. കേരളം നാളികേര വർഷമായി ആചരിച്ചത്? നാളികേര വർഷം 2008 ആണ്. 2008. ഭരണഘടനയുടെ 61ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? 61. ഓപ്ഷൻ ഡി ആണ്, വോട്ട് ചെയ്യുവാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി. 61ാം ഭേദഗതി. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്? നിയമനിർമ്മാണ വിഭാഗം ലോകസഭ, രാജ്യസഭ, രാഷ്ട്രപതി. കാർഷികോൽപാദനം ലക്ഷ്യമാക്കി കമാൻഡ് ഏരിയ വികസന പദ്ധതി ആരംഭിച്ചത് ഏതു പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്? കമാൻഡ് ഏരിയ വികസന പദ്ധതി 5ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഓപ്ഷൻ ബി, 5ാം പഞ്ചവത്സര പദ്ധതി. എത്ര വർഷത്തേക്കാണ് 106ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പാർലമെന്റിൽ വനിതകൾക്ക് സംവരണം ചെയ്തിരിക്കുന്നത്? എത്ര വർഷത്തേക്കാണ്? 15 വർഷത്തേക്കാണ്. 15. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്? ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവറാണ് പ്രഗ്യാൻ. ഓപ്ഷൻ ബി, പ്രഗ്യാൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി. ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. ഇതിൽ ശരിയായത് കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 2 എന്നിവ ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കി, ആന ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന എന്ന് തന്നിരിക്കുന്നു. ഇന്ത്യയുടെ ദേശീയ ഗാനമാണ് ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേ മാതരമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അയോധ്യ നഗരം സരയൂ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. അഹമ്മദാബാദ്, ഗാന്ധിനഗർ എന്നീ പട്ടണങ്ങൾ സബർമതി തീരത്താണ്. കൊൽക്കത്ത, ഹൗറ നഗരങ്ങൾ ഹുഗ്ലി നദീതീരത്താണ്. ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. എല്ലാം ശരിയാണ്. കേരളത്തെ സംബന്ധിച്ച അടിസ്ഥാന വിവരണങ്ങളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ശരിയല്ലാത്തത്.
കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് അഗസ്ത്യാർകൂടം. കേരളത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമാണ് കുട്ടനാട്. ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം അഗസ്ത്യകൂടം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള സ്ഥലം ആനമുടിയാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ. പെരിങ്ങൽകൂത്ത് ജലവൈദ്യുത പദ്ധതി പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്ക് ആണ്. ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായത് ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം ശരിയാണ്. കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനി, ഭവാനി, പാമ്പാർ ശരിയാണ്. ഏറ്റവും നീളമുള്ള നദികളിൽ 2ാം സ്ഥാനം ഭാരതപ്പുഴയ്ക്കാണ്. ഏറ്റവും നീളമുള്ള നദി ഏതാണ്? പെരിയാറാണ്. 2ാം സ്ഥാനം ഭാരതപ്പുഴ. പെരിങ്ങൽകൂത്ത് ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി. അടുത്ത ചോദ്യം, കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കേരളത്തിലെ ശാസ്താംകോട്ട കായൽ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ. സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പൂക്കോട്ട് കായൽ വയനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു. ശരിയല്ലാത്തവ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. 2 മാത്രമാണ് ശരിയല്ലാത്ത പ്രസ്താവന. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. അടുത്ത ചോദ്യം, അമ്മ എന്ന നോവൽ എഴുതിയത് ആര്? അമ്മ എന്ന നോവൽ മാക്സിം ഗോർക്കിയാണ്. ഓപ്ഷൻ എ മാക്സിം ഗോർക്കി. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി ഏത്? ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരുദിശകളിലേക്കും തിരിയുന്ന സന്ധി വിജാഗിരി സന്ധി. ഓപ്ഷൻ സി വിജാഗിരി സന്ധി. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗം ട്രക്കിയ. സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീര ഭാഗമാണ് ട്രക്കിയ. ജീവികൾ, അവയുടെ ഹൃദയ അറകൾ എന്നിവയാണ് തന്നിരിക്കുന്നത്. ശരിയായ ജോഡി കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന ജീവികൾ പാറ്റ, പല്ലി, പക്ഷി, മത്സ്യം എന്നിവയാണ്. റൈറ്റ് സൈഡിൽ ഹൃദയ അറകളുടെ എണ്ണം തന്നിരിക്കുന്നു. ശരിയായ ജോഡി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്, A3, B4, C1, D2. പാറ്റ 13, പല്ലി 3, പക്ഷി 4, മത്സ്യം 2. അടുത്ത ചോദ്യം, ഒരു കുതിര ശക്തി, ഒരു ഹോഴ്സ് പവർ എന്നത് ഡാഷ് വാട്ട് ആകുന്നു. ഒരു ഹോഴ്സ് പവർ 746 വാട്ട്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം. ഇന്ത്യ വിഭജനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതി ദി അതർ സൈഡ് ഓഫ് സൈലൻസ്, നിശബ്ദതയുടെ മറുപുറം, രചിച്ചത് ആര്? ഊർവശി ഭൂട്ടാലിയ. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനക്രമം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ചാന്നാർ ലഹള, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 ആണ്. ചാന്നാർ ലഹള 1859.
ക്ഷേത്രപ്രവേശന വിളംബരം 1936, മലബാർ കലാപം 1921. അടുത്ത ചോദ്യം, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ അറിയപ്പെടുന്നത് ഹരിക്കെയിൻ എന്നാണ്. ഓപ്ഷൻ ഡി, ഹരിക്കെയിൻ. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? സൗദി അറേബ്യയാണ്. ഓപ്ഷൻ ബി, സൗദി അറേബ്യ. സിമ എന്ന് വിളിക്കപ്പെടുന്ന ഭൂമിയുടെ ഭാഗം ഏത്? സിമ. ഓപ്ഷൻ ഡി ആണ്, സമുദ്ര ഭൂവൽക്കമാണ്. സമുദ്ര ഭൂവൽക്കം. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ അധികാരം നൽകുന്ന അനുച്ഛേദം. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനം നടത്താൻ അധികാരം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 30. അനുച്ഛേദം 30. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കലയാണ് ടെൻഡൻ. ഓപ്ഷൻ ഡി, ടെൻഡൻ. ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനം. ഓപ്ഷൻ സി, കമ്മ്യൂണിറ്റി റിസർവുകൾ. കമ്മ്യൂണിറ്റി റിസർവുകൾ. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ. അക്രോമെഗാലി. ഓപ്ഷൻ സി, അക്രോമെഗാലി. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതിയാണ് മിഠായി. പദ്ധതിയുടെ പേര് മിഠായി. രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ് ഒരു രാജ്യത്തിന്റെ ജീവശ്വാസം എന്ന് പ്രഖ്യാപിച്ചത് അരബിന്ദോ ഘോഷ്. ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം എന്ന പുസ്തകം രചിച്ചത് ആര്? ഇന്ത്യ എൻ്റെ പ്രണയ വിസ്മയം. ഓപ്ഷൻ സി ആണ്, മജീഷ്യൻ മുതുകാട്. മജീഷ്യൻ ഗോപിനാഥ് മുതുകാട്. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാത്ത രാജ്യം ഏത്? ഇവിടെ തന്നിരിക്കുന്നു USA, മെക്സിക്കോ, കാനഡ, ചിലി. ആതിഥേയത്വം വഹിക്കാത്തത് ഏതാണ്? ചിലിയാണ്. 2026 ഫുട്ബോൾ ലോകകപ്പ് ഏതൊക്കെ രാജ്യങ്ങളിലായിട്ടാണ് നടക്കുന്നത്? USA, മെക്സിക്കോ, കാനഡ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം. സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടർ കോൺവെക്സ് ദർപ്പണമാണ്. ഓപ്ഷൻ എ, കോൺവെക്സ് ദർപ്പണം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായ് ഖിദ്മത് ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്തത് ലോക ഹീമോഫീലിയ ദിനം. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ ത്രികങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാരാണ്? ത്രികങ്ങൾ ആവിഷ്കരിച്ചത് ഡോബറൈനറാണ്. ഓപ്ഷൻ സി, ഡോബറൈനർ. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന ഗ്രഹം. കൊളംബിയ മെമ്മോറിയൽ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ചൊവ്വയിലാണ്. ചൊവ്വ. പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് രൂപം നൽകിയ സമിതി. കസ്തൂരി രംഗൻ സമിതിയാണ്. കസ്തൂരി രംഗൻ സമിതി. മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ ദൗത്യമാണ് ഗഗൻയാൻ. അന്തസ്രാവി ഗ്രന്ഥികളുടെ കൂട്ടത്തിലെ മാസ്റ്റർ ഗ്രന്ഥി ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ്. തേജസ് ഏതു വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തേജസ് പച്ചമുളക്. കൃത്രിമ പാനീയങ്ങളിൽ എറിത്രോസിൻ ചേർക്കുന്നത് എന്തിന്? എറിത്രോസിൻ ചുവപ്പ് നിറം നൽകാൻ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം. കൺകറന്റ് ലിസ്റ്റ്. ഓപ്ഷൻ സി, ആസൂത്രണം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏതു ഭാഗത്താണ്? മൗലിക കർത്തവ്യങ്ങൾ ഭാഗം 4A. ഓപ്ഷൻ ബി, ഭാഗം 4A. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? രവീന്ദ്രനാഥ ടാഗോർ.
ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലായിരുന്നു? കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു. കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം 3:2. അന്നജത്തെ മാൾട്ടോസ് ആക്കി മാറ്റുന്ന എൻസൈം ടയലിൻ ആണ്. ഓപ്ഷൻ ബി ടയലിൻ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതന്ത്ര്യത്തേന വാഴുന്ന മാതൃകാ സ്ഥാപനമാണിത്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് എവിടെയാണ്? അരുവിപ്പുറം ക്ഷേത്രമാണ്. അരുവിപ്പുറം ക്ഷേത്രം. എംഫിസിമ എന്ന രോഗം ബാധിക്കുന്ന ശരീരാവയവം? എംഫിസിമ ശ്വാസകോശത്തെ ബാധിക്കുന്നു. നേത്രാവതി നദിയുടെ തീരത്തുള്ള പട്ടണം? നേത്രാവതി. മംഗലാപുരം. ഇന്ത്യൻ പുരാവസ്തു ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? അലക്സാണ്ടർ കണ്ണിങ്ഹാം ആണ്. അലക്സാണ്ടർ കണ്ണിങ്ഹാം. അവസാനത്തെ ചോദ്യം, 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെ? അരുവിപ്പുറത്താണ്. ഓപ്ഷൻ സി അരുവിപ്പുറം. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.